നമസ്കാരം. വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ട്. കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. വോട്ടെടുപ്പ് നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെ. പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. 2500 പ്രശ്നബാധിത ബൂത്തുകൾ. കണ്ണൂരിൽ നിരോധനാജ്ഞ. പോസ്റ്റൽ ബാലറ്റ് വിതരണത്തിൽ വ്യാപകമായ അപാകതകളെന്ന ആരോപണങ്ങൾ. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയില്ലെന്ന ആക്ഷേപം. അപാകതകളിൽ ഇടപെട്ട് ഹൈക്കോടതി. വോട്ടവകാശം നഷ്ടപ്പെടുത്തരുതെന്നും അർഹർക്ക് ബാലറ്റ് പേപ്പർ നൽകണമെന്നും നിർദ്ദേശം. തൃശൂരിൽ വീണ്ടും കിറ്റ് വിവാദം. ബി.ജെ.പി. വിതരണത്തിനായി തയ്യാറാക്കിയ കിറ്റുകൾ എന്ന ആരോപണം. കാച്ചേരിയിലെ അച്ചാർ കമ്പനിക്കകത്ത് കിറ്റുകൾ കണ്ടെത്തി. മഞ്ചേശ്വരത്ത് UDF വ്യാപകമായി കള്ളവോട്ടിന് നീക്കം നടത്തുന്നുവെന്ന് NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ. അടൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി കൊലക്കേസിലെ പ്രതിയെന്നാരോപിച്ച് CPIയുടെ അപവാദ നോട്ടീസ്. കസ്റ്റഡിയിലായ CPI പ്രവർത്തകരെ ചിറ്റയം ഗോപകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കളെത്തി പ്രതിഷേധിച്ചതോടെ ജാമ്യം നൽകി വിട്ടയച്ചു. പ്രളയദുരന്ത വിവാദത്തിൽ ആരോപണങ്ങൾ ആവർത്തിച്ച് മാത്യു കുഴൽനാടൻ. 2019 ജലവിഭവ വകുപ്പിന്റെ ഉത്തരവ് പുറത്തുവിട്ടു. പ്രളയം ഒഴിവാക്കുന്നതിന് പകരം ആദ്യം ശ്രമിച്ചത് തോട്ടപ്പള്ളിയിൽ നിന്ന് കരിമണൽ മാറ്റാനെന്ന് കുഴൽനാടൻ. നിയമസഭയിൽ ചർച്ച നടന്നിട്ടും എന്തുകൊണ്ട് കുഴൽനാടൻ മിണ്ടാതിരുന്നുവെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി. ഷട്ടറുകൾ നേരത്തെ തന്നെ തുറന്നിട്ടുണ്ടെന്നും മന്ത്രി. വിവാദത്തിൽ നിരാഹാര സമരവുമായി ചിറ്റൂരിലെ UDF സ്ഥാനാർത്ഥി സുമേഷ് അച്യുതൻ. ചില ആചാരങ്ങൾ അന്ധവിശ്വാസമാണെന്ന് തീരുമാനിക്കാൻ കോടതിക്കാകുമെന്ന് സുപ്രീം കോടതി. നിരീക്ഷണം ശബരിമലയിലെ യുവതീ പ്രവേശനമടക്കമുള്ള കേസുകളുടെ വാദത്തിനിടെ. ശബരിമലയിലെ യുവതീ പ്രവേശന നിയന്ത്രണം തുടരണമെന്ന് വിവിധ മതാചാരങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ. എല്ലാ കക്ഷികൾക്കും വാദത്തിന് സമയം നൽകുമെന്ന് ചീഫ് ജസ്റ്റിസ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. 2 ആഴ്ചത്തേക്കുള്ള വെടിനിർത്തലിന് സമ്മതിച്ച് ഇരുപക്ഷവും. ഹോർമൂസ് തുറക്കാൻ സമ്മതിച്ച് ഇറാൻ. ആക്രമണം നിർത്തിവെച്ചത് ആദ്യം അറിയിച്ചത് ട്രംപ്. അംഗീകരിക്കുന്നുവെന്ന് ഇറാൻ. പരിഹാരത്തിനായി ചർച്ച തുടരുമെന്ന് മധ്യസ്ഥരായ പാകിസ്ഥാൻ. വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. ഇന്ധനവില 15% കുറഞ്ഞു. വിപണികളിലും ഉണർവ്. IPL ഇന്ന് ഡൽഹിയും ഗുജറാത്തും നേർക്കുനേർ. മത്സരം രാത്രി 7:30 മുതൽ ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ. മൈജി മലയാളീസ് മാൻഡേറ്റ് സമർപ്പിക്കുന്നത് മൈജിയാണ് ഫ്യൂച്ചർ. പവേർഡ് ബൈ ജോയിൻ ഇന്ത്യസ് #1 കൊമേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് IIC ലക്ഷ്യ ഇൻ അസോസിയേഷൻ വിത്ത് VKC ഇന്ത്യസ് പ്രൈഡ്. കേരളം നാളെ വിധിയെഴുതും. 23 ദിവസത്തെ വാശിയേറിയ പ്രചരണത്തിനും 1 ദിവസത്തെ നിശബ്ദ പ്രചരണത്തിനും ശേഷമാണ് കേരളം നാളെ പോളിംഗ് ബൂത്തിലെത്തുന്നത്. 3 മുന്നണികൾക്കും പ്രതീക്ഷ നൽകുന്ന അഭിപ്രായ സർവേകളായിരുന്നു ഇത്തവണ പുറത്തു വന്നത്. കൊട്ടിക്കലാശത്തിന് ശേഷം നിശബ്ദ പ്രചാരണ ദിവസവും രാഷ്ട്രീയ കേരളം തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ തന്നെയായിരുന്നു. വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥികൾ. മൂന്നാം വട്ടവും അധികാരത്തിൽ വരുമെന്ന പ്രതീക്ഷയോടെയാണ് ഇടതുമുന്നണി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇത്തവണ ഇറങ്ങിയത്. 10 വർഷം അധികാരത്തിന് പുറത്തായതിന്റെ ക്ഷീണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റത്തിലൂടെ മറികടന്ന് UDFും പോരാട്ടത്തിൽ സജീവമായിരുന്നു. നേമത്തെ അക്കൗണ്ട് പൂട്ടിപ്പോയതിന്റെ നിരാശയിലല്ല, മറിച്ച് തൃശൂർ പാർലമെന്റ് മണ്ഡലവും തലസ്ഥാന കോർപ്പറേഷൻ പിടിച്ചെടുത്തതിന്റെ ആവേശത്തിലായിരുന്നു NDA. പ്രചാരണത്തിനുള്ള ദിവസങ്ങൾ കുറവായിരുന്നുവെങ്കിലും ആവേശത്തിന് ഒട്ടും കുറവില്ലായിരുന്നു. ഡീൽ ആരോപണമടക്കം പ്രചാരണ വിഷയങ്ങളായി. CPM BJP ഡീൽ ആരോപണം ഉയർത്തി പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപണങ്ങൾക്ക് തുടക്കമിട്ടു. മുഖ്യമന്ത്രി തന്നെ മറുപടിയുമായി രംഗത്തെത്തിയതോടെ വാദപ്രതിവാദങ്ങൾ ആവേശത്തിലായി. SDPI വെൽഫെയർ പാർട്ടി ബന്ധവും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോട് മുഖ്യമന്ത്രി കയർത്തതും വാർത്തകളിൽ നിറഞ്ഞു. വയനാടിനായി പിരിച്ച പണം സംബന്ധിച്ച അവ്യക്തതയും വീട് പണിയാത്തതും കണക്കിലെ പൊരുത്തക്കേടും കോൺഗ്രസിനെതിരെ അവസാന നിമിഷം വരെ ഇടതുമുന്നണി ആയുധമാക്കി. മുഖ്യമന്ത്രിയെ പ്രതിപക്ഷ നേതാവ് സംവാദത്തിന് വിളിച്ചതും ഫേസ്ബുക്കിൽ മതി സംവാദം എന്ന മുഖ്യമന്ത്രിയുടെ നിലപാടും മുഖ്യമന്ത്രിയുടെ വിവാദ പ്രയോഗങ്ങളും വാർത്തയിൽ നിറഞ്ഞു. പേരാമ്പ്രയിലെ വർഗീയ പരാമർശവും BJPയുടെ ലവ് ജിഹാദ് ആരോപണവും പ്രചാരണ വിഷയങ്ങളായി. 1 മാസത്തോളം നീണ്ടുന്ന പ്രചാരണത്തിന് ശേഷം കേരളം വിധിയെഴുതുമ്പോൾ ആ വിധിയെഴുത്ത് രാഷ്ട്രീയ കേരളത്തിന്റെ പതിവുകളെ മാറ്റുമെന്നാണ് മുന്നണികളുടെ വിലയിരുത്തൽ. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു. അതത് ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിലാണ് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത്. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് വോട്ട് രേഖപ്പെടുത്തുന്നതിന് ഏർപ്പെടുത്തിയ സൗകര്യം പരിമിതമാണ് എന്ന ആക്ഷേപം ഉയർന്നെങ്കിലും പിന്നീട് അത് പരിഹരിച്ചു. സംസ്ഥാനത്തെ 30,495 പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള സാധന സാമഗ്രികളുടെ വിതരണമാണ് ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള വിതരണ കേന്ദ്രങ്ങളിൽ നടന്നത്. 25 ഓക്സിലറി ബൂത്തുകളുണ്ട്. രാവിലെ 8 മണി മുതൽ ആരംഭിച്ച പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉച്ചയ്ക്ക് ശേഷമാണ് പൂർത്തിയായത്. 43 കേന്ദ്രങ്ങളിലായിരുന്നു വിതരണം. 1,60,000 ഉദ്യോഗസ്ഥരെയാണ് ഇലക്ഷൻ ഡ്യൂട്ടികൾക്കായി നിയോഗിച്ചിരിക്കുന്നത്. 2,500 പ്രശ്നബാധിത ബൂത്തുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. വനിതാ ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്യുന്ന 352 ഭിന്നശേഷി ഉദ്യോഗസ്ഥർ കൈകാര്യം ചെയ്യുന്ന 37 ബൂത്തുകളുമാണ് സംസ്ഥാനത്തുള്ളത്. 884 മാതൃകാ ബൂത്തുകളുമുണ്ട്. പോളിംഗ് സാമഗ്രികളുടെ പരിശോധനയ്ക്ക് ശേഷമാണ് ഉദ്യോഗസ്ഥർ പോളിംഗ് സെന്ററുകളിലേക്ക് നീങ്ങിയത്. നമ്മളിതൊന്ന് ചെക്ക് ചെയ്യുന്നു, റൂട്ട് ഓഫീസറെ വിളിക്കുന്നു, സ്ഥലത്തേക്ക് പോകുന്നു. വാഹനത്തിനായിട്ടുള്ള കാത്തിരിപ്പുണ്ട്. ഇപ്പം അറിയിച്ചിട്ടുണ്ട്, അവരിപ്പോൾ വരും. ഇപ്പോൾ എത്തും. മഞ്ചൂരാണല്ലോ, നമുക്ക് അധികം സമയം എടുക്കില്ല. 43 ഇടങ്ങളിലായി 140 പോളിംഗ് കളക്ഷൻ സെന്ററുകളും പോളിംഗ് കൗണ്ടിംഗ് സെന്ററുകളുമാണ് സംസ്ഥാനത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ 6 മണിക്ക് നടക്കുന്ന മോക്ക് പോളിംഗിന് ശേഷം 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തൃശൂരിൽ വീണ്ടും കിറ്റ് ആരോപണം. കാച്ചേരിയിലെ അച്ചാർ കമ്പനിക്കകത്ത് കിറ്റുകൾ കണ്ടെത്തി. BJP വിതരണത്തിനായി തയ്യാറാക്കിയ കിറ്റുകൾ എന്നാണ് ആരോപണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച BJP സ്ഥാനാർത്ഥി അബിൻസിന്റെ സഹോദരന്റേതാണ് സ്ഥാപനം. മഞ്ചേശ്വരത്ത് UDF വ്യാപകമായി കള്ളവോട്ടിന് നീക്കം നടത്തുന്നുവെന്ന് NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ. നാട്ടിലെത്താത്ത പ്രവാസികളുടെ വോട്ടർ സ്ലിപ്പുകൾ UDF പ്രവർത്തകർ ശേഖരിച്ചു വരികയാണ്. മഞ്ചേശ്വരം, കുമ്പള, മംഗൽപാടി, വോർക്കാടി പഞ്ചായത്തുകളിലാണ് കള്ളവോട്ട് ചെയ്യാൻ ഒരുങ്ങുന്നത് എന്നും സുരേന്ദ്രൻ ആരോപിച്ചു. മുസ്ലിം ലീഗിന് മാത്രം സ്വാധീനമുള്ള 33 ബൂത്തുകൾ കേന്ദ്രീകരിച്ചാണ് കള്ളവോട്ടിന് ശ്രമം നടക്കുന്നത്. ജില്ലാ ഭരണകൂടം ഈ ബൂത്തുകളിൽ കൃത്യമായ നിരീക്ഷണം ഏർപ്പെടുത്തുമെന്നും നടപടി ഉണ്ടായില്ലെങ്കിൽ സുതാര്യമായ തിരഞ്ഞെടുപ്പ് നടക്കില്ലെന്നും K സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് പറഞ്ഞു. മഞ്ചേശ്വരം മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയും UDF നേതൃത്വവും വ്യാപകമായ തോതിലുള്ള കള്ളവോട്ടുകൾക്കായി ഊർജിതമായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിദേശത്ത് നിന്നുള്ള വോട്ടർമാർ അവരിവിടെ സ്ഥലത്തില്ലാത്തവരുടെ എല്ലാം സ്ലിപ്പുകൾ, ഒഫീഷ്യൽ സ്ലിപ്പുകൾ മുസ്ലിം ലീഗിൻ്റെ BLOമാർ വഴി അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ആവശ്യമായ കള്ളവോട്ടിടാൻ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ടും, കാരണം അതിവിടെ നല്ല ശതമാനം സ്ത്രീകൾ മുഖം മറച്ചുകൊണ്ടാണ് ഇവിടെ വോട്ട് ചെയ്യുന്നത്. ആ സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തി വ്യാപകമായ കള്ളവോട്ടുകൾ ചെയ്യാനുള്ള ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണ് ലീഗ് നടത്തുന്നത്. MLA നേരിട്ടാണ് അത്തരം പരിശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും ഉദ്യോഗസ്ഥരോടും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അടൂർ നിയോജക മണ്ഡലത്തിൽ നിശബ്ദ പ്രചാരണത്തിനിടെ നാടകീയ സംഭവങ്ങൾ. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CV ശാന്തകുമാറിനെതിരെ അപകീർത്തികരമായ നോട്ടീസ് വിതരണം ചെയ്തു എന്നാരോപിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത CPI പ്രവർത്തകരെ CPI നേതാക്കളെത്തി സ്റ്റേഷനിൽ നിന്ന് വിളിച്ചുകൊണ്ടുപോയി. ഇതിന് പിന്നാലെ RDO ഓഫീസ് ഉപരോധിച്ച UDF സ്ഥാനാർത്ഥിക്കെതിരെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി കേസെടുക്കാൻ ജില്ലാ കലക്ടർ ഉത്തരവിട്ടു. അടൂർ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നത് മുതൽ തുടങ്ങിയ ഡിജിറ്റൽ യുദ്ധമാണ് ഇപ്പോൾ തെരുവിലേക്ക് പടർന്നിരിക്കുന്നത്. UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CV ശാന്തകുമാറിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ വ്യാജ പ്രൊഫൈലുകൾ വഴി നവമാധ്യമങ്ങളിൽ പ്രചാരണം നടന്നിരുന്നു. പരാതിയെ തുടർന്ന് ഇവ നീക്കം ചെയ്തെങ്കിലും കഴിഞ്ഞ 2 ദിവസമായി ഇതേ ആരോപണങ്ങൾ നോട്ടീസ് രൂപത്തിൽ മണ്ഡലത്തിൽ വ്യാപകമായി വിതരണം ചെയ്യപ്പെട്ടു. ഇതിനെതിരെ ശാന്തകുമാർ ഇന്നലെ രാത്രി റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസ് ഉപരോധിച്ചതോടെയാണ് സംഭവങ്ങൾ ഗതിമാറിയത്. കളക്ടറുടെ ഇടപെടലിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ വ്യാജ നോട്ടീസ് വിതരണം ചെയ്തെന്നാരോപിച്ച് അടൂർ, കൊടുമൺ, ഏനാത്ത് സ്റ്റേഷൻ പരിധികളിലായി 4 CPI പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ പ്രവർത്തകരെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് CPI ജില്ലാ സെക്രട്ടറി ചിറ്റയം ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ LDF പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. മണിക്കൂറുകൾ നീണ്ട നാടകീയതയ്ക്കൊടുവിൽ പോലീസ് പ്രവർത്തകരെ വിട്ടയച്ചു. ഇവർ രണ്ടുപേരും രാവിലെ സ്ലിപ്പ് വിതരണം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് UDFന്റെ ഒരു പ്രവർത്തക മോനിഷ എന്ന് പറഞ്ഞ പ്രവർത്തകയും 3-4 പേരും കൂടെ വന്നിട്ട് യാതൊരു കാരണമില്ലാതെ ഇവരെ വണ്ടി തടഞ്ഞു. വണ്ടി തടഞ്ഞിട്ട് താക്കോൽ ഊരി കൊണ്ടുപോയിട്ട് പോലീസിനെ വിളിച്ചു. പോലീസ് വന്നപ്പോൾ അവരുടെ കൈവശം ഇരുന്ന അവരുടെ കയ്യിൽ നിന്ന് നോട്ടീസ് എടുത്ത് കൊടുത്തിട്ട് എവരാണ് വിതരണം ചെയ്തതെന്ന് പറഞ്ഞ് ഇവരെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചു. ഞങ്ങൾ അതറിഞ്ഞുകൊണ്ട് സ്റ്റേഷനിൽ വന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഞങ്ങൾ ഈ നോട്ടീസ് കണ്ടിട്ടില്ല. കാര്യം ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല. കാരണം
ഞങ്ങൾ കഴിഞ്ഞ 15 വർഷമായി നടപ്പാക്കിയ വികസന പ്രവർത്തനത്തിന്റെ പേരിലാണ് വോട്ട് പിടിക്കുന്നത്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന നോട്ടീസാണിത്, സിഐയുടെ ഇരുന്ന നോട്ടീസാണിത്. ഈ നോട്ടീസിനകത്ത് ഒരു പേരുണ്ട്, തട്ടയിൽ ചന്ദ്രൻ. ഈ നോട്ടീസ് എന്റെ കയ്യിൽ കിട്ടിയാൽ എന്നെ എങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പറ്റും? അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം UDFന് വേണ്ടി ബോധപൂർവമായി ഈ രണ്ടുപേരെ പോലീസിന്റെ ഒത്താശയോടുകൂടി അറസ്റ്റ് ചെയ്തു. ഇപ്പൊ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാരിൽ ഇടതുപക്ഷ നേതാക്കന്മാരെല്ലാവരും ഉണ്ട്. ഞങ്ങൾ പോലീസുമായിട്ട് സംസാരിച്ചപ്പോൾ അവർക്ക് കാര്യം ബോധ്യപ്പെട്ടു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നിരപരാധികളാണ് എന്നറിഞ്ഞ് ഇപ്പൊ രണ്ടുപേരും വിട്ടയച്ചു. സംഭവത്തിൽ വൈകാരികമായാണ് UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാർ പ്രതികരിച്ചത്. ഇടതുമുന്നണി ഭരണസ്വാധീനം ഉപയോഗിച്ച് പ്രതികളെ സ്റ്റേഷനിൽ നിന്നും ഇറക്കിക്കൊണ്ടുപോയതാണെന്ന് CV ശാന്തകുമാർ ആരോപിച്ചു. കുറ്റക്കാർക്കെതിരെയും അവർക്ക് ഒത്താശ ചെയ്തവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനകത്ത് ഉണ്ടാകുന്ന മാനസികമായും ശാരീരികമായുള്ള ആഘാതത്തിന് ഇതിനെ നോട്ടീസ് ഇറക്കിയവരതിന് ഉത്തരവാദിത്തം പറയണം. നിയമപരമായി അവരെ നിയമത്തിന് മുന്നിൽ ഞാൻ കൊണ്ടുവരും. ഞാനൊരു അഭിഭാഷകനാണ്, തീർച്ചയായും നിയമപരമായി അവരെ കൊണ്ടുവരും. ഇന്ന് ഇപ്പോൾ DYSP ഓഫീസിൽ വന്ന് പ്രതികളെ ഇറക്കിക്കൊണ്ട് പോയവർക്കെതിരെ അതിന് നടപടി എടുക്കേണ്ടതായിട്ട് തോന്നുന്നുണ്ട്. ഞാൻ ഇലക്ഷൻ കമ്മീഷന്റെ DYSPക്കെതിരെയും SHOക്കെതിരെയും പരാതി കൊടുക്കും. നാടകീയമായ സംഭവവികാസങ്ങൾക്കിടെയാണ് UDF സ്ഥാനാർത്ഥിക്കെതിരെ തന്നെ നടപടിയുമായി ജില്ലാ കളക്ടർ രംഗത്തെത്തിയത്. നിശബ്ദ പ്രചാരണ സമയത്ത് മാധ്യമങ്ങളിലൂടെ സംസാരിക്കുകയും വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്തതിലൂടെ മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നാണ് കളക്ടറുടെ കണ്ടെത്തൽ. ശാന്തകുമാറിനെതിരെ കേസെടുക്കാൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ S. പ്രേംകൃഷ്ണൻ പോലീസിന് നിർദ്ദേശം നൽകി. വോട്ടെടുപ്പിന് തൊട്ടുമുൻപുള്ള ഈ രാഷ്ട്രീയ പോര് വോട്ടർമാരെ എങ്ങനെ സ്വാധീനിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്. അമൃത ന്യൂസ്, പത്തനംതിട്ട. തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ തിരൂരിൽ LDF സ്ഥാനാർത്ഥി അബ്ദുറഹ്മാൻ മുസ്ലിം ലീഗും തമ്മിലുള്ള വാക്പോര് രൂക്ഷമാകുന്നു. താനൂരിനെ പാകിസ്ഥാനുമായി ചേർത്ത് അബ്ദുറഹ്മാൻ നടത്തിയ പരാമർശത്തിനെതിരെ മുസ്ലിം ലീഗും താനൂർ ബോട്ടപകടത്തിന് കാരണക്കാരൻ അബ്ദുറഹ്മാൻ എന്ന ലീഗ് പ്രചരണത്തിനെതിരെ LDFും ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകി. പാകിസ്ഥാൻ പരാമർശത്തിൽ വിശദീകരണവുമായി V. അബ്ദുറഹ്മാൻ. പാകിസ്ഥാൻ പരാമർശം ലീഗ് തെറ്റായി വ്യാഖ്യാനിച്ചു. താൻ ഉദ്ദേശിച്ചത് തിരൂരിൽ നടക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം പോലെയെന്നാണ്. ലീഗിനെയോ താനൂരിനെയോ പാകിസ്ഥാനോട് ഉപമിച്ചിട്ടില്ല എന്നും ലീഗ് കളവ് പ്രചരിപ്പിക്കുകയാണെന്നും അബ്ദുറഹ്മാൻ പറഞ്ഞു. ഒരു ക്രിക്കറ്റ് മാച്ചാണ് യുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ ഹരമുള്ള കാര്യം. അത് നടക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ആ ആരവം പോലെ. ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ ഡൽഹി പോയാലും ബോംബെ പോയാലും ഇവിടെ തന്നെ കോഴിക്കോട് പോയാലും എറണാകുളത്ത് പോയാലും നമ്മുടെ നാട്ടിൽ ഒരു ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നടക്കുന്ന ആരവം പോലെയാണ്. എല്ലാ ഭാഗങ്ങളിലും പരസ്യവാഹനങ്ങൾ, ആളുകൾ പരസ്പരം ചർച്ച ചെയ്യുന്നു, ബെറ്റുകൾ വെക്കുന്നു, ഇതെല്ലാം നടക്കുന്നുണ്ട്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇവർ ഈ പറഞ്ഞ് നടക്കുന്ന ഒരു അടിസ്ഥാനമില്ല, കളവ് പ്രചരിപ്പിക്കുകയല്ലേ, അനാവശ്യമായ കളവുകൾ നടന്ന് പറയാം. ആദ്യത്തെ 2 കളി എന്ന് പറഞ്ഞാൽ 2 മത്സരങ്ങളിൽ നമ്മൾ മുസ്ലിം ലീഗിനെയാണല്ലോ തോൽപ്പിച്ചത്. അതൊരു മാച്ച് വരുമ്പോൾ അങ്ങനെ പറയാം. ഇപ്പൊ 3ാമത്തെ മാച്ച് നടക്കുന്നത് തിരൂരിലാണ്. ഈ മാച്ച് കണ്ണൂരിൽ സണ്ണി ജോസഫിനെതിരെ സുധാകരൻ അനുനായികൾ. കെ. സുധാകരന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ സണ്ണി ജോസഫ് ശ്രമിച്ചു എന്നാണ് ആരോപണം. ജീവൻ കൊടുക്കാൻ തയ്യാറുള്ള പ്രവർത്തകരെ ചതിച്ചെന്നും കണ്ണൂരിലെ കോൺഗ്രസ് കോക്കസിന്റെ പിടിയിലാണെന്നും KR അബ്ദുൾ ഖാദർ ആരോപിച്ചു. ഇരിക്കൂറിലെ ബാങ്ക് അഴിമതി തുറന്നു പറഞ്ഞതിലെ വിരോധമാണ് തന്നെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ കാരണമെന്നും ന്യൂനപക്ഷ കോൺഗ്രസ് മുൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കൂടിയായ ഖാദർ മാധ്യമങ്ങളോട് പറഞ്ഞു. VP റഷീദ് തളിപ്പറമ്പിൽ നിന്ന് ജയിക്കുമെന്ന് പൂർണ്ണ ബോധ്യം UDFന്റെ പ്രവർത്തകർക്കുണ്ടായിരുന്നു. അപ്പോൾ VP റഷീദിനെ ബോധപൂർവം അത് ഇവിടത്തേക്ക് തട്ടി, ധർമ്മടത്തേക്ക് തട്ടി ചില ആളുകളുടെ ഫോക്കസ് ആക്കി പാർട്ടിയെ മാറ്റിയത് കൊണ്ട് അതിനെതിരെ പ്രതികരിക്കുന്ന ആളുകളെ ഒന്നെങ്കിൽ പാർട്ടിക്ക് പുറത്താക്കുക, സസ്പെൻഡ് ചെയ്യുക, ഇല്ലെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യുക, അല്ലെങ്കിൽ കേസിൽ കൊടുക്കുക. ഇപ്പം 100 കണക്കിന് കേസുകളുണ്ട്. പക്ഷെ ഇവരെയൊന്നും ആരെയും പേരിൽ കേസില്ല. ഫൈൻ അടക്കുന്നു. ഇപ്പം നമ്മളെല്ലാം തന്നെ ഇരിക്കൂറിലൊക്കെ പാർട്ടി ഓഫീസുകൾ ഇപ്പോൾ കെ. സുധാകരൻ KPC പ്രസിഡന്റായി വന്നതിന് ശേഷം മാത്രം 3 പാർട്ടി ഓഫീസ് ഉണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസിന് വേണ്ടിയിട്ട്. V. ശിവൻകുട്ടിക്ക് മറുപടിയുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. BJP ഉയർത്തിയ ചോദ്യങ്ങൾക്ക് MLAക്ക് മറുപടിയില്ല. ഇതിന് ജനങ്ങൾ തിരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. 7 പ്രശ്നങ്ങൾ ചോദിച്ചു, ഇന്നലെയും ഒരു 6 പ്രശ്നങ്ങൾ ചോദിച്ചു. അതിനൊരു മറുപടി ഒന്നും അവർക്ക് തരാൻ പറ്റുന്നില്ല, കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒളിച്ചു പോകുന്നു, ശ്രദ്ധ തിരിക്കുന്നു. എന്തെങ്കിലും പറയാം. മിന്നാന്ന് ഞാൻ പണം പോസ്റ്റ് ഓഫീസ് വഴി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്ന് പറയാം. ഇന്ന് പിന്നെ ലിക്കറാണ്. ഓരോന്നിങ്ങനെ ഉണ്ടാക്കി ജനങ്ങൾ ശ്രദ്ധ തിരിക്കാൻ ഒരു ശ്രമം. ഇതൊന്നും നടക്കില്ലെന്ന്. ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അതിന് മറുപടി കൊടുക്കാൻ ധൈര്യം ഉണ്ടാവണം, നട്ടലുണ്ടാവണം. അതില്ല. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ MLA ആവുന്നു? 2 തവണ MLA ആയിരുന്നു, മന്ത്രിയായിരുന്നു, മേയറായിരുന്നു. 45 കൊല്ലം കോർപ്പറേഷൻ ഭരിച്ചത് CPM ആണ്.
പരസ്യപ്രചരണം അവസാനിച്ചിട്ടും പാർട്ടി ചിഹ്നങ്ങളും കൊടികളുമായി ചെങ്ങന്നൂരിൽ ഇടതുപക്ഷ പ്രവർത്തകരുടെ വോട്ട് അഭ്യർത്ഥന. പ്രതിഷേധവുമായി ചെങ്ങന്നൂരിലെ NDA സ്ഥാനാർത്ഥി MV ഗോപകുമാർ രംഗത്തെത്തി. തെരഞ്ഞെടുപ്പ് വരണാധികാരി കൂടിയായ RDOയുടെ ഓഫീസിന് മുന്നിലാണ് ഗോപകുമാർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. ഭരണ നേതൃത്വത്തിന്റെയും ഇടതുപക്ഷ സർക്കാർ ജീവനക്കാരുടെയും ഒത്താശയോടെയാണ് LDF പ്രവർത്തകർ വീട് വീടാന്തരം കയറിയിറങ്ങി വോട്ട് ചോദിക്കുന്നതെന്ന് BJP ആരോപിച്ചു. ിലെ പ്രളയത്തിന് കാരണം സർക്കാരിന്റെ അഴിമതിയും ക്രമക്കേടുമാണെന്ന ആരോപണം ആവർത്തിച്ചു മൂവാറ്റുപുഴയിലെ സിറ്റിംഗ് MLAയും UDF സ്ഥാനാർത്ഥിയുമായ മാത്യു കുഴൽനാടൻ. തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാത്തത് താഴെയുള്ള മണൽത്തിട്ട മുഴുവൻ ഒലിച്ചു പോകും എന്നതിനാലാണെന്നും 2018-ലും 2019-ലും ഇവരുടെ പ്രധാന ആശങ്ക ഈ മണ്ണാണെന്നും കുഴൽനാടൻ ആരോപിച്ചു. എന്നാൽ നിയമസഭയിൽ ചർച്ച നടന്നപ്പോൾ മിണ്ടാത്തതെന്തെന്നും സുമേഷ് അച്യുതന്റെ നിരാഹാരം വോട്ട് ലക്ഷ്യമിട്ടെന്നും മന്ത്രി K കൃഷ്ണൻകുട്ടി തിരിച്ചടിച്ചു. 2019-ലെ ജലവിഭവ വകുപ്പിന്റെ ഉത്തരവ് പുറത്തുവിട്ടുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ ആരോപണം ആവർത്തിച്ചത്. 19-ലെ പ്രളയ നിയന്ത്രണ ഒരുക്കത്തിലും ആദ്യം ശ്രമിച്ചത് മണൽ മാറ്റാനെന്ന് കുഴൽനാടൻ പറഞ്ഞു. തോട്ടപ്പള്ളിയിൽ നിന്ന് മഴയ്ക്ക് മുൻപ് എങ്ങനെയും മണലെടുക്കണമെന്നായിരുന്നു ഉത്തരവിലെ നിർദ്ദേശമെന്ന് കുഴൽനാടൻ ചൂണ്ടിക്കാട്ടി. ഈ ഓർഡർ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ്. അവരുടെ ഇന്റൻഷൻ, അവരുടെ താല്പര്യം എവിടെയായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ്. ഒരു പ്രളയം കഴിഞ്ഞിട്ടും അവരുടെ ആറ്റിറ്റ്യൂഡ് എവിടെയായിരുന്നു കാണിക്കുന്ന ഡോക്യുമെന്റ് ആണിത്. അതായത് എന്തിനാണ് വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് മണ്ണിനെ കുറിച്ച് വേവലാതി പറഞ്ഞത്? മഴ വന്ന് മണ്ണ് പോയാൽ അവർക്ക് തന്നെ വേണം. വൈ ആർ ദേ വറീഡ് അബൌട്ട് ദിസ്? സോ ദാറ്റ് ഷോസ് ദ ഇന്റൻഷൻ. എന്നാൽ തോട്ടപ്പള്ളി സ്പിൽവേ വിഷയത്തിൽ നിയമസഭയിൽ ചർച്ച നടന്നിട്ടും എന്തുകൊണ്ട് കുഴൽനാടൻ മിണ്ടാതിരുന്നുവെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടിയും ആവർത്തിച്ച് ചോദിച്ചു. ഷട്ടറുകൾ നേരത്തെ തന്നെ തുറന്നിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. 15/8/2018 യന്ത്രസഹായത്താൽ പ്രതിത്വ ഷട്ടർ പരമാവധി ഉയർത്തുകയും ചെയ്തു. ഒരു ഘട്ടത്തിലും ഷട്ടറുടെ നിരപ്പിന്റെ മുകളിൽ ജലം ഉയർന്നിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് വെള്ളം അടച്ചു പോരുന്നത്? അന്ന് തൊട്ടേ വെള്ളം തുറന്നിട്ടുണ്ട്. അതേസമയം പ്രളയ അഴിമതി വിവാദത്തിൽ നിരാഹാര സമരവുമായി ചിറ്റൂരിലെ UDF സ്ഥാനാർത്ഥി സുമേഷ് അച്യുതൻ. മന്ത്രി K കൃഷ്ണൻകുട്ടിയും മാത്യു T തോമസും രാജിവെക്കണമെന്ന ആവശ്യമുന്നയിച്ചാണ് സമരം. 2018-ലെ പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന് അറിഞ്ഞിട്ടും മന്ത്രി അധികാരത്തിൽ തുടരുന്നത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും ശബ്ദരേഖ AI നിർമ്മിതമാണെങ്കിൽ നിയമ നടപടിക്ക് പോകണമെന്നും സുമേഷ് അച്യുതൻ ആവശ്യപ്പെട്ടു. മന്ത്രി ഇത്രയും വലിയൊരു വിഷയം അറിഞ്ഞിട്ടും മൗനം പാലിച്ചത് സത്യപ്രതിജ്ഞ ലംഘനമാണ്. ഒരു നിമിഷം പോലും വൈകാതെ പോലീസിലും ഇലക്ഷൻ കമ്മീഷനിലും പരാതി കൊടുക്കാൻ തയ്യാറാവണം. രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമായാണ് സുമേഷ് അച്യുതൻ നിരാഹാരം ഇരിക്കുന്നതെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടിയും തിരിച്ചടിച്ചു. തിരഞ്ഞെടുപ്പിൽ വോട്ട് ലക്ഷ്യമിട്ട് ഒറ്റപ്പെട്ടവർ നടത്തുന്ന യോജിച്ച സമരമെന്നും ആരോപണത്തെ നിയമപരമായി നേരിടുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. തീർച്ചയായും സമ്മതിദാനാവകാശം വിനിയോഗിക്കുക എന്നുള്ളത് ഒരു പൗരൻ്റെ ഏറ്റവും പവിത്രമായ കടമയാണ്. ജനാധിപത്യം നിലനിൽക്കാനും പരോക്ഷമായി നമ്മുടെ നിയമനിർമ്മാണത്തിലും വികസനത്തിലുമൊക്കെ പങ്കാളിയാവാനായിട്ടുള്ള ഒരു പൗരൻ്റെ അവസരമാണ്. അത് വിനിയോഗിക്കണം. എല്ലാവരും എത്ര തിരക്കുണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ അവകാശമായ സമ്മതിദാനാവകാശം വിനിയോഗിക്കുക. ശബരിമല യുവതീ പ്രവേശന കേസിൽ ഭരണഘടനാ ബെഞ്ചിൽ ശക്തമായ വാദപ്രതിവാദം. ആചാരങ്ങളുടെ ഭാഗമായ നിയന്ത്രണങ്ങളിൽ കോടതിക്ക് ഇടപെടാനാകില്ല എന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. ചില ആചാരങ്ങൾ അന്ധവിശ്വാസമാണെന്ന് തീരുമാനിക്കാൻ കോടതിക്കാകുമെന്ന് സുപ്രീം കോടതി മറുപടി നൽകി. ശബരിമല യുവതീ പ്രവേശന വിധിയിലെ പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിനു മുൻപിൽ രണ്ടാം ദിവസം ശക്തമായ വാദപ്രതിവാദമാണ് നടന്നത്. ശബരിമലയിലെ യുവതീ പ്രവേശന നിയന്ത്രണം തുടരണമെന്ന് വിവിധ മത ആചാരങ്ങൾ ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിനു വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ ആവശ്യപ്പെട്ടു. ആചാരങ്ങളുടെ ഭാഗമായി ക്ഷേത്രങ്ങളിലെ നിയന്ത്രണങ്ങൾ ജുഡീഷ്യൽ പരിശോധനാ പരിധിക്ക് പുറത്താണെന്നും കേന്ദ്ര സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. എന്നാൽ ചില ആചാരങ്ങളെ അന്ധവിശ്വാസമാണെന്ന് തീരുമാനിക്കാൻ കോടതിക്കാകുമെന്ന് സുപ്രീം കോടതി മറുപടി നൽകി.
ഇതിനുള്ള അധികാരം കോടതിക്കുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. ഒരു മതാചാരത്തെ മാത്രം അന്ധവിശ്വാസമെന്ന് വിധിക്കാൻ കഴിയില്ലെന്ന് ആവർത്തിച്ച കേന്ദ്ര സർക്കാർ ആചാരമാറ്റങ്ങൾക്ക് ആവശ്യമായ പണ്ഡിതപരമായ പരിജ്ഞാനം കോടതികൾക്കില്ലെന്നും വാദിച്ചു. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ച 5-അംഗ ബെഞ്ചിന്റെ വിധി തെറ്റാണെന്നും യുവതീ പ്രവേശന വിലക്കിന് കാരണം ആർത്തവമല്ല എന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. കേസിൽ എല്ലാ കക്ഷികൾക്കും വാദം അവതരിപ്പിക്കാനുള്ള സമയം ലഭിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിന് ജാമ്യമില്ല. ജാമ്യാപേക്ഷയിൽ വെള്ളിയാഴ്ച കോടതി വിധി പറയും. വോട്ട് ചെയ്യാൻ ജാമ്യം അനുവദിക്കണമെന്ന രഞ്ജിത്തിന്റെ ആവശ്യം കോടതി തള്ളി. രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. 2 ആഴ്ചത്തേക്കുള്ള വെടിനിർത്തലിന് സമ്മതിച്ച് അമേരിക്കയും ഇറാനും. ആക്രമണം നിർത്തിവെച്ചതായി ആദ്യം ട്രംപ് അറിയിക്കുകയും ഇറാൻ പിന്നാലെ അംഗീകരിക്കുകയുമായിരുന്നു. ഹോർമൂസ് തുറക്കണമെന്ന ആവശ്യവും ഇറാൻ സമ്മതിച്ചു. പാകിസ്ഥാന്റെ മധ്യസ്ഥ ശ്രമങ്ങളാണ് സമാധാനത്തിലേക്കുള്ള വഴി തുറന്നത്. 1.5 മാസമായി തുടർന്നു വന്ന പശ്ചിമേഷ്യൻ സംഘർഷത്തിനാണ് താൽക്കാലിക വിരാമം ഉണ്ടായിരിക്കുന്നത്. 2 ആഴ്ചത്തേക്കുള്ള വെടിനിർത്തലിനാണ് ഇരുപക്ഷവും അംഗീകാരം നൽകിയത്. ഉപാധികൾക്ക് വിധേയമായി ഹോർമൂസ് തുറക്കാൻ ഇറാൻ സമ്മതിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് വെടിനിർത്തലിന് ആദ്യം സമ്മതിച്ചത്. ഇത് അംഗീകരിക്കുന്നുവെന്ന് പിന്നാലെ ഇറാനും അറിയിക്കുകയായിരുന്നു. ഇറാനെതിരായ അന്ത്യശാസനം 2 ആഴ്ച കൂടി നീട്ടണം എന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ ഇടപെടലാണ് ഫലം കണ്ടത്. ഇറാന് നേരെയുള്ള ബോംബാക്രമണങ്ങളും മറ്റാക്രമണങ്ങളും 2 ആഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ ഞാൻ സമ്മതിക്കുന്നു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ സമൂഹമാധ്യമ പേജായ ദി ട്രൂത്തിൽ കുറിച്ചത്. ഇറാനുമായി ഒരു ദീർഘകാല സമാധാന കരാർ ചർച്ചകളിൽ നല്ല പുരോഗതിയെന്നും അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രധാന തർക്ക വിഷയങ്ങളിൽ ഭൂരിഭാഗത്തിലും ധാരണയായതായും ട്രംപ് പറഞ്ഞു. ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച 2 ആഴ്ചത്തെ വെടിനിർത്തലിൽ ഇസ്രായേലും പങ്കാളിയാണെന്ന് വൈറ്റ് ഹൗസ് വക്താവ് സ്ഥിരീകരിച്ചു. ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ശക്തമായ സൈനിക ആക്രമണം നടത്തുമെന്ന ട്രംപിന്റെ സമയപരിധി അവസാനിക്കാൻ 1.5 മണിക്കൂർ മാത്രം ബാക്കി നിൽക്കെയാണ് നിർണായക തീരുമാനം. ചർച്ചകൾ തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലും തങ്ങളുടെ ബോംബാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ ബാധ്യസ്ഥരാണെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അമേരിക്കയും ഇറാനും തമ്മിൽ ഉപാധികളോടെയുള്ള 2 ആഴ്ചത്തെ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടതോടെ ആഗോള എണ്ണവിലയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തി. ലോകത്തെ പ്രധാന ജലപാതയായ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ ഇരു രാജ്യങ്ങളും സമ്മതിച്ചതാണ് വിപണിയിൽ ആശ്വാസമായത്. 15% എണ്ണവിലയിൽ ഇടിവുണ്ടായത്. കൂടാതെ ഏഷ്യ പസഫിക് മേഖലയിലെ ഓഹരി വിപണികളിൽ വൻ കുതിച്ചുചാട്ടമുണ്ടായി. അതേസമയം സമാധാന ശ്രമങ്ങളുടെ ഫലമായി വെള്ളിയാഴ്ച ഇസ്ലാമാബാദിൽ വെച്ച് ചർച്ചകൾക്കായി ഇറാൻ അമേരിക്ക പ്രതിനിധികളെ പാകിസ്ഥാൻ ക്ഷണിച്ചിട്ടുണ്ട്. ഈ ചർച്ചകൾ ദീർഘകാല സമാധാന കരാറിലേക്ക് നീങ്ങുമെന്നാണ് ലോകം പ്രത്യാശിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. പശ്ചിമേഷ്യൻ മേഖലയിൽ വെടിനിർത്തൽ കരാറിനെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. മേഖലയിൽ ശാശ്വത സമാധാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. നയതന്ത്ര നീക്കത്തിലൂടെയും ചർച്ചയിലൂടെയും സംഘർഷം അവസാനിപ്പിക്കണം എന്ന് ഇന്ത്യ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു. സംഘർഷം ഇതിനോടകം ജനങ്ങൾക്ക് ദുരിതം വരുത്തി ആഗോള ഊർജ്ജ വിതരണത്തെയും വ്യാപാര മേഖലയെയും ബാധിച്ചു. ഹോർമൂസ് കടലിടുക്കിലൂടെ ചരക്ക് നീക്കം എളുപ്പമാകാം എന്ന് പ്രതീക്ഷിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അമേരിക്കയും ഇറാനും വെടിനിർത്തൽ പ്രഖ്യാപിച്ചതോടെ ഓഹരി വിപണിയിൽ കുതിപ്പ്. സെൻസെക്സും നിഫ്റ്റിയും നേട്ടത്തിലാണ്. ഏഷ്യൻ വിപണികളിലും മുന്നേറ്റമുണ്ടായി. $-നെതിരെ രൂപയുടെ മൂല്യം 0.45% വർദ്ധിച്ച് 92.58 എന്ന നിലയിലെത്തി. ഡോളറിന്റെ മൂല്യം 2 ആഴ്ചത്തെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തി. അസംസ്കൃത എണ്ണവില 15%-ഓളം ഇടിഞ്ഞു. ബ്രന്റ് ക്രൂഡ് ബാരലിന് $100 താഴെയെത്തി. യുദ്ധം 2 ആഴ്ചത്തേക്ക് നിർത്തിയതും ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള സാധ്യത തെളിഞ്ഞതുമാണ് വിപണിയിൽ പ്രതിഫലിച്ചത്. സ്വർണ്ണവില വീണ്ടും ഉയർന്നു. 1 പവൻ സ്വർണത്തിന്റെ വില 2920 രൂപ കൂടി. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയായ 1,12,800 രൂപയിലെത്തി. 1 ഗ്രാം സ്വർണത്തിന്റെ വില ഇന്നലത്തെ വിലയായ 13,735 രൂപയിൽ നിന്നും 14,100 രൂപയിലേക്ക് കുതിച്ചു. ഗ്രാമിന് 365 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവ് വന്നതാണ് വിപണിയെ സ്വാധീനിച്ചത്. FCRA നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് CBCI പ്രതിനിധി സംഘം കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവുമായി കൂടിക്കാഴ്ച നടത്തി. മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സാഗ്മയുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട എല്ലാ ആശങ്കകളും കേന്ദ്രമന്ത്രിയെ അറിയിച്ചതായി CBCI വ്യക്തമാക്കി. കൂടിക്കാഴ്ചയ്ക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധമില്ലെന്ന് മേഘാലയ മുഖ്യമന്ത്രി വ്യക്തമാക്കി.
കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വരെ ചർച്ചാ വിഷയമായ FCRA നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് CBCI പ്രതിനിധി സംഘം ഡൽഹിയിൽ കേന്ദ്ര ന്യൂനപക്ഷകാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജുവുമായി കൂടിക്കാഴ്ച നടത്തി. മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സാങ്മയ്ക്കൊപ്പമാണ് CBCI പ്രസിഡന്റ് ആന്റണി പൂല, ഡൽഹി ആർച്ച് ബിഷപ്പ് അനിൽ ക്യൂട്ടോ എന്നിവർ കിരൺ റിജിജുവുമായി ചർച്ച നടത്തിയത്. FCRA നിയമ ഭേദഗതിയിലുള്ള ആശങ്ക കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനെ അറിയിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സാങ്മ പറഞ്ഞു. വിശദമായ ചർച്ച നടത്തുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. ആവശ്യമായ മാറ്റങ്ങൾ ബില്ലിൽ വരുത്തുമെന്നാണ് പ്രതീക്ഷയെന്നും ചർച്ചയ്ക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധമില്ലെന്നും മേഘാലയ മുഖ്യമന്ത്രി വ്യക്തമാക്കി. We expressed our concerns as Christian organizations regarding the amendment bill. So we are very happy. The Honorable Minister has given a very positive response and that he will definitely take up the matter at the top level. FCRA നിയമ ഭേദഗതിയിലെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും കേന്ദ്രമന്ത്രി കിരൺ റിജിജുവിനെ അറിയിച്ചതായി CBCI ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ മാത്യു കോയിക്കൽ പറഞ്ഞു. കൂടിക്കാഴ്ചയ്ക്ക് രാഷ്ട്രീയ മാനമില്ല. നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും കാണാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. നമ്മൾ രാഷ്ട്രീയ മാനത്തെ കണ്ടുകൊണ്ടിട്ടല്ല നമ്മൾ ഏതായാലും ഇന്ന് പുള്ളിയായിട്ട് മിനിസ്റ്ററുമായിട്ട് കണ്ടത്. കേവലം നമ്മൾ കത്തോലിക്കർക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കോ വേണ്ടി മാത്രമല്ല, എല്ലാവരുടെയും കാര്യങ്ങൾ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യൻ സഭ നേരിടുന്ന മറ്റു പ്രശ്നങ്ങളും കേന്ദ്രമന്ത്രിയെ ധരിപ്പിച്ചു. FCRA ഭേദഗതിയിൽ കള്ളന്മാർ പേടിച്ചാൽ മതിയെന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന വേദനയുണ്ടാക്കിയെന്നും ഫാദർ മാത്യു കോയിക്കൽ പറഞ്ഞു. ആരാണ് കള്ളന്മാർ എന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് തെക്കേ സ്വരാജ് റൗണ്ടിൽ നിർമ്മിക്കുന്ന പാറമേക്കാവ് ദേവസ്വത്തിന്റെ മണികണ്ഠനാൽ പന്തലിന്റെ കാൽനാട്ടകർമ്മം നടന്നു. മേക്കാവ് ക്ഷേത്രം മേൽശാന്തി കാര്യക്കാട്ട് രാമൻ നമ്പൂതിരിയുടെ ഭൂമി പൂജയ്ക്ക് ശേഷമാണ് കാൽനാട്ടിയത്. തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് പാറമേക്കാവിന്റെ പന്തൽ കാൽനാട്ടുകർമ്മം നടന്നു. പൂരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആദ്യ ചടങ്ങാണ് പന്തൽ കാൽനാട്ടുകർമ്മം. പാറമേക്കാവ് വിഭാഗത്തിന്റെ മണികണ്ഠനാലിലും തിരുവമ്പാടിയുടെ നടുവിലാലിലും നായ്ക്കനാലിലുമാണ് പൂരപ്പന്തൽ ഉയരുക. തൃശൂരിലെ പൂരാവേശം കൊടികയറാൻ പോകുന്നുവെന്നും ഇത്തവണത്തെ പൂരം ഭംഗിയായി നടത്താൻ സാധിക്കുമെന്നും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ് പറഞ്ഞു. ഇനി ഫൈനൽ പ്രിപ്പറേഷൻസ് മാത്രമേ ബാക്കിയുള്ളൂ. സാധാരണഗതിക്കുള്ള എല്ലാ പ്രിപ്പറേഷൻസും കഴിഞ്ഞു. ഇനിയിപ്പോൾ 20-ാം തീയതി പൂരത്തിന്റെ കൊടിയേറ്റാണ്. 24-ാം തീയതി സാമ്പിൾ വെടിക്കെട്ട്, 26-ാം തീയതി പൂരം. എല്ലാ കൊല്ലത്തെ പോലെ കുടമാറ്റത്തിലും വെടിക്കെട്ടിലും സർപ്രൈസുകളും ഉണ്ടാവും. ഒരു നല്ലൊരു പൂരത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തു കഴിഞ്ഞു. രാവിലെ 10 മണിയോടെ നടന്ന ചടങ്ങ് ആവേശോജ്വലമായിരുന്നു. ചടങ്ങിൽ പാറമേക്കാവ് ക്ഷേത്രം ഭാരവാഹികളും തൃശൂരിലെ കോൺഗ്രസ് LDF സ്ഥാനാർത്ഥികളും പൗരപ്രമുഖരും പങ്കെടുത്തു. അമൃത ന്യൂസ്, തൃശൂർ. NSS ഡയറക്ടർ ബോർഡ് അംഗം ഹരികുമാർ കോയിക്കൽ അന്തരിച്ചു. അർബുദബാധിതനായി ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ വർഷം NSS സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഹരികുമാർ കോയിക്കൽ ചങ്ങനാശ്ശേരി പെരുന്ന സ്വദേശിയാണ്. NSS എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം, അഗ്രികൾച്ചറൽ വിഭാഗം സെക്രട്ടറി, ചങ്ങനാശ്ശേരി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്.